ഹായ് ഓൾ, ഇതാണ് നവമാത മന്ദിർ. ഇത് നോർത്ത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഇപ്പോൾ കയറി വന്ന ആ എൻട്രൻസിൽ തന്നെ ആർമി ഓഫീസേഴ്സ് ഉണ്ടാവും. അവിടെ നമ്മൾ പേരും ഡീറ്റെയിൽസും ID പ്രൂഫ് എല്ലാം രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ കയറുന്ന ടൈമും രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ശേഷം ഇതാണ് അകത്തേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന നടപ്പാത. ഇത് രണ്ട് വശത്തൊന്നും ഗ്രില്ലിട്ട് സെക്യൂർ ചെയ്തേക്കാണ്. കാരണം ഇത് കാടിനുള്ളിലായതുകൊണ്ട് തന്നെ കുരങ്ങൊക്കെ ഒരുപാട് ശല്യം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും കാടും പിന്നെ കാട്ടരുവിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് താഴെ കൂടെ അരുവി സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു അമ്പലത്തിനകത്ത് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ഈ അമ്പലത്തിനകത്ത്. പിന്നെ ഈ താഴേക്ക് ഈ കാണുന്നതാണ് അമ്പലം. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നടന്നിറങ്ങിയാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. ഇത് അമ്പലത്തിൻ്റെ അകഭാഗമാണ്. ആ ഒരു ചൂട് സമയത്തും ഈ അമ്പലത്തിനകത്ത് ഭയങ്കര തണുപ്പായിരിക്കും. ഇതാണ് അമ്പലത്തിൻ്റെ അകത്തെ ഭാഗം. ഈ രൂപങ്ങളൊക്കെ അവിടെ കൊത്തി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ പുറകിലായിട്ട് കാണാൻ പറ്റും ഡയറക്റ്റ് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് 24 hours ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം എടുത്ത് കൊണ്ടുപോയാണ് നമ്മൾ അകത്ത് പോയി പൂജയൊക്കെ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലുള്ള മിക്കവാറും അമ്പലങ്ങളെല്ലാം തന്നെ നമുക്ക് അകത്ത് കയറി പൂജ ചെയ്യാൻ പറ്റുന്ന അമ്പലങ്ങളാണ്. പിന്നെ അവിടെ തന്ത്രിമാരുണ്ടാവും. അവർ നമുക്ക് തിലകമൊക്കെ ചാർത്തി തരും, പ്രസാദമൊക്കെ തരും. അത്രേ ഉള്ളൂ. അല്ല, പൂജയൊക്കെ നമുക്ക് തന്നെ കയറി ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ബൗളൊക്കെ അവിടെ തന്നെ കാണും. അങ്ങനെ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളം പുറത്തുനിന്ന് കുറേ ടൂറിസ്റ്റ് വരുന്ന ഒരു അമ്പലം കൂടിയാണിത്. അപ്പോൾ ഈ വെള്ളം അവർ ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് എടുത്തുകൊണ്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ചെന്നാലും ഞങ്ങൾ കുടിക്കാറുണ്ട് ആ വെള്ളം. എല്ലാവരും കുടിക്കുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേയിരിക്കും. ഇവിടെ ആ താഴെയായിട്ട് ഒരു ചെറിയൊരു ശിവലിംഗമൊക്കെ ഉണ്ട്. അതൊക്കെ തനിയെ രൂപപ്പെട്ട് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ വെള്ളം കൊണ്ടുപോയി ഇങ്ങനെ ധാര ഒഴിക്കുന്ന പോലെ നമ്മൾ ഒഴിക്കാറുണ്ട്. ഇതിനകത്ത് തന്നെ രണ്ടാമത്തെ അമ്പലമാണിത്. ഇത് പണിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ഇവിടെ ശിവലിംഗമുണ്ട്. അതിന് നേരെ എതിർവശത്തായിട്ട് നന്ദികേശൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുന്നത് ഈ ഒരു മുറിയിലേക്കാണ്. ഇതിനകത്ത് ശ്രീരാമൻ്റെ, സീതയുടെ, ലക്ഷ്മണൻ്റെ, പിന്നെ കൃഷ്ണനും രാധയും, ശിവനും പാർവതിയും, അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ തൊഴുതെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അമ്പലമാണ്. ഇടയ്ക്കിങ്ങനെ ഞങ്ങൾക്ക് അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. പിന്നെ വേറൊരു ശ്രീരാമൻ്റെ ക്ഷേത്രം കൂടിയുണ്ട്. അത് രണ്ടുമാണ് ഞങ്ങൾക്ക് അടുത്തുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ 1-ാം തീയതി അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസം അങ്ങനെയൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ഇവിടെ രണ്ടിടത്തുമാണ്. ഇതിപ്പം ഞാൻ നന്ദികേശൻ്റെ ചെവിയിൽ എൻ്റെ ആഗ്രഹം പറയുന്നതാണ്. അതിനുശേഷം നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഇവിടെ പ്രസാദം ചിലപ്പോഴൊക്കെ ബർഫി ആയിരിക്കും, ചിലപ്പോൾ പഴമായിരിക്കും, ചിലപ്പോൾ പൊരി പോലത്തെ ഒരു സാധനമായിരിക്കും. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചിറങ്ങുന്ന ടൈമും കൂടെ അവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.